പഠിക്കാൻ പോലും രാവിലെ എണീക്കാത്ത ഞാൻ രാവിലെ 5:30 എണീച്ച് ജിമ്മിൽ പോയി. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ജിം എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല മഴ. ഇതാണ് എൻ്റെ ട്രെയിനർ ചേട്ടൻ, ഗബ്രി ചേട്ടൻ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പം വീണ്ടും മഴ. അപ്പോൾ കുറച്ച് നേരം ജിമ്മിൽ വെയിറ്റ് ചെയ്യാൻ കരുതി അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കിന് ജിമ്മിലുള്ള കുറേ ആൾക്കാരൊക്കെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി എണീച്ചപ്പോഴത്തേക്ക് ഞാനൊരു ഫോൺ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഒരു പേജിൽ നിന്ന്. അത് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടെ ഒരു കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് പല കളർ വെള്ളം നിരത്തി വെച്ചിട്ടുണ്ട്. അത് കണ്ട് തിരിച്ച് പോകണമെന്നല്ലാണ്ട് ഞാൻ കുടിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ജിമ്മിൽ പോയി. എല്ലാവർക്കും കാർഡിയോ സെക്ഷനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിനോടെ പോയി ഒരു ലൈമൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷായി കുറച്ച് നേരം ടി വിയും കണ്ട് കിടന്ന് ഒരു ഓറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എണീച്ച് ഒരു പാസ്തയുടെ പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പി പാസ്ത ട്രീറ്റ്. അപ്പം അതിൻ്റെ കൂടെ സോസ് മേക്കറിൻ്റെ പൗഡറൊക്കെ ഉണ്ടായിരുന്നേ, ചീസിൻ്റെ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് കരുതി വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പാസ്ത ഒന്ന് വെന്ത് വരുന്ന വരെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ സോസ് മേക്കറിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് പാസ്ത റെഡി. അങ്ങനെ പാസ്തയും കഴിച്ച് പഠിക്കാമെന്ന് കരുതി പോയിരുന്ന ഞാനാണ്. പാസ്തയും കഴിച്ച് ലാപ്പും നോക്കി വെള്ളവും കുടിച്ചിരുന്നെന്നല്ലാതെ ഒന്നുമേ പഠിച്ചില്ല ഗായ്സ്.